വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ലൈക്ക് ദ വേവ്സ് മേക്ക് ടുവേർഡ്സ് ദ പെബിൾഡ് ഷോർ എന്ന വർക്കാണ്. സോ ഈ വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പോയത്തിൽ ആദ്യം തന്നെ പറയുന്നുള്ളത്, ഈ ഒരു സോണറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളത് നാച്ചർ ഓഫ് ടൈമിൻ്റെ നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിൽ മനുഷ്യ ജീവിതത്തിൽ ഈ ഒരു ടൈം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു സോണറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് ക്വാർട്ടറൈൻ ദ സ്പീക്കർ സേസ് ദാറ്റ് ഈ ഒരു മിനിറ്റ് സമയം എന്നുള്ളത് പറയുന്നത് അത് തീരത്തിലെ കല്ലുകളിലെ തിരമാലകളെ പോലെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ക്വാർട്ടറൈനിൽ പറയുന്നുള്ളത്, അദ്ദേഹം പറയുന്നുള്ളത് സമയത്തിലുള്ള മനുഷ്യ ജീവിതം എന്നുള്ളത് സണ്ണുമായിട്ട് ഒരു സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. ബേർത്തിൻ്റെ ടൈമിലാണെങ്കിൽ ഈ ഒരു സണ്ണ് എന്നുള്ളത് ഇറ്റ് റൈസസ് ഓവർ ദ ഓഷ്യൻ. പിന്നീടത് എന്ത് ചെയ്യുന്നു, പിന്നീടത് ഉച്ചയിലേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രൂക്ക്ഡ് എക്ലൈപ്സസ് വക്രഗ്രഹണങ്ങൾ കാരണം അത് അപ്രത്യക്ഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് ക്വാർട്ടറൈനിൽ പറയുന്നുള്ളത്, തേർഡ് ക്വാർട്ടറൈനിൽ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ഫ്ലറിഷ് ആയിട്ടുള്ള യൂത്ത്ഫുള്ളും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ തുറന്ന് പ്രകൃതിയുടെ മനോഹരതയെ കബളിപ്പിച്ച് നിൽക്കുന്നതെല്ലാം അരിവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തുന്ന ഒരു വിനാശകരമായ മോൺസ്റ്ററായിട്ടാണ് സമയത്തെ ടൈമിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സ്പീക്കർ പറയുന്നുണ്ട്, തൻ്റെ വാക്യം വരും കാലങ്ങളിൽ നിലനിൽക്കുമെന്നും സമയത്തിൻ്റെ ക്രൂവൽ ഹാൻഡ് ഉണ്ടായിരുന്നിട്ടും പ്രിയപ്പെട്ടവരുടെ വേർത്ത് പ്രൈസ് ചെയ്യുന്നത് തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. There are some other ideas from the poem. The poem explores the inevitable progression of life from birth to maturity and death. ജനനം തൊട്ട് മെച്യൂരിറ്റിയും അതുപോലെ തന്നെ ജനിച്ചത് മുതൽ മരിക്കോളം വരെയുള്ള മനുഷ്യൻ്റെ പ്രോഗ്രഷനെ പറ്റിയിട്ട് ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ആസ് എ ഗിഫ്റ്റായിട്ടും ഈ ഒരു പോയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രോയർ ആയിട്ടും പറയുന്നുണ്ട്. ടൈം ഈസ് ബോത്ത് എ ഗിവർ ആൻഡ് എ ടേക്കർ, ടേക്കിംഗ് ബാക്ക് ദ ഗിഫ്റ്റ് ഓഫ് യൂത്ത്ഫുൾനെസ് ആൻഡ് കാവിങ് റിംഗ്ലെസ് ഇൻ ടു പീപ്പിൾസ് ഫേസ്. നമുക്ക് യൂത്ത്ഫുൾനെസ്സും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ റിങ്കിൾസും പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഗിഫ്റ്റ് ഗിവറായിട്ടും ഡിസ്ട്രോയറായിട്ടും പറയുന്നുള്ളത്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് പോയട്രി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ റാവേജസ് ഓഫ് ടൈം. സമയത്തിൻ്റെ വിനാശകരമായതിനെതിരെയാണ് ഈ ഒരു പോയം എന്നുള്ളത്. അതുപോലെ തന്നെ ആൻഡ് കണ്ടിന്യൂ ടു പ്രൈസ് ദ ബിലോഡായിട്ടുള്ള ആൾക്കാരുടെ പ്രൈസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വർക്കിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ വീഡിയോസാണ്, വേറെ ഏതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.